നമ്മുടെ കയ്യിലുള്ള ലാമിനേറ്റ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കിപ്പോൾ സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പെഡ്ജി കാർഡ് ചിപ്പെല്ലാം വെച്ചുള്ള ഒരു കാർഡ് രൂപത്തിലുള്ള ഒരു സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. വെറും 200 രൂപയും പോസ്റ്റൽ ചാർജ് 45 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറായിട്ട് നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷിക്കുക എന്നാണ് നമ്മളത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് തിരക്കിട്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അഡ്രസ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈസൻസിൽ നിങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ കറക്ഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്മാർട്ട് കാർഡ് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു 200 രൂപയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 2024 മാർച്ച് അവസാനം വരെയാണ്. ഈ ഒരു 200 രൂപയ്ക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 1000 രൂപയിൽ മുകളിലാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു 1 ഇയർ പീരീഡിൽ നിങ്ങൾ എല്ലാവരും തന്നെ എത്രയും വേഗം തന്നെ ഇതൊരു സ്മാർട്ട് കാർഡ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ വീഡിയോയിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ആദ്യം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എം പരിവാഹൻ എന്ന വെബ്സൈറ്റാണ് നമുക്ക് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ എം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എം പരിവാഹൻ നോക്കുമ്പോൾ parivahan.gov.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നെയിം. ഇതിൽ നമ്മൾ ഓൺലൈൻ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് എന്നൊരു ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡി എൽ എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതൊന്നും എടുക്കാം. ഇനി അതല്ല, ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ DL ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസസ് എന്ന് കണ്ടില്ലേ, ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നൊന്ന് നമുക്ക് ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കണം. ഇവിടെ നമുക്ക് കുറച്ച് റെഫറൻസിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്ന ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ നിങ്ങൾ മേളിൽ DL നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും, അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ ക്യാപ്ച കോഡ് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ BUW1UA എന്ന് വന്നിട്ടുണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഡീറ്റെയിൽസ് ഇതേപോലെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്കി പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. എല്ലാം കറക്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ പേരും അതുപോലെ ഗാർഡിയൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രസൻറ്റ് അഡ്രസ്സ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ജനറൽ കാറ്റഗറി ഏതാണ് നമ്മുടെ കാറ്റഗറി നോക്കാം. അതിൻ്റെ തൊട്ട് മുകളിൽ ഇത് നമ്മുടെ തന്നെ ആണോ എന്നുള്ളത് കൺഫേം യെസ് എന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ RT ഓഫീസ് ഏതാ നോക്കുക. RT ഓഫീസ് KL10 നമ്മൾ മലപ്പുറമാണ് ഇപ്പോൾ അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ മുകളിലുണ്ടായിരിക്കും നമ്മുടെ ഏതാ RTO എന്നുള്ളത്. അപ്പോൾ ആ RTO നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുക്കുക. പ്രൊസീഡ് നമുക്ക് അടുത്ത പേജിൽ വന്നു. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നേരത്തെ കണ്ട അതേ ഡീറ്റെയിൽസ് തന്നെ ഉണ്ട്. നമുക്ക് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർ മാർക്ക് ഇട്ടത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ ഇമെയിൽ ID ഇല്ല. അപ്പോൾ ഇമെയിൽ ID നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ലൈസൻസ് ഹോൾഡർ എന്ന്, ഇപ്പോൾ അതിപ്പോൾ ഗാർഡിയൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഫാദർ എന്നാൽ ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈസൻസിലുള്ളത് നോക്കി അതേപോലെ മാറ്റുക. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ എംപ്ലോയർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഏതാണ് വരുന്നത് അതേപോലെ നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ആളുടെ അതേപോലെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ നോക്കിയിട്ട് അതേപോലെ തന്നെ കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് താഴെ നമ്മുടെ അഡ്രസ്സ് കാണാം. ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ താലൂക്ക് സെലക്ട് ചെയ്യുക, വില്ലേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ വരാത്ത ഡീറ്റെയിൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തൊട്ട് താഴെ നമുക്ക് സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള പ്രിൻ്റ് ചെയ്ത അഡ്രസ്സ് ഇത് പെർമനൻ്റ് അഡ്രസ്സ് പോലെ തന്നെയാണ്, അല്ല വേറെ അഡ്രസ്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്കത് ടിക്ക് കൊടുക്കുക. അത് ടിക്ക് കൊടുക്കുമ്പോൾ മുകളിൽ കൊടുത്ത അതേ ഡീറ്റെയിൽസ് താഴെ വരും. അപ്പോൾ അതിനുശേഷം നമുക്കത് കൺഫേം എന്ന ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോകാം.
ഇനി നമ്മൾ നെക്സ്റ്റ് പേജിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ പ്രത്യേകിച്ച് വേറെ റെക്കോർഡും കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ നോ എന്നാണ് കൊടുക്കേണ്ടത്, രണ്ടാമത്തെ നമ്മൾ യെസ് എന്നാണ് കൊടുക്കേണ്ടത്, ബാക്കിയെല്ലാം നമ്മൾ നോ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം താഴെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഓക്കെ ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ആയി. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് എന്നടിച്ച് പിന്നിലേക്ക് വരിക. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്ലറേഷൻ നമ്മൾ കുറേ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ടിക്ക് മാർക്ക് കൊടുക്കുക. ഏറ്റവും താഴെ നമ്മൾ ആക്സിഡൻറ്റ് ഡെത്ത് എന്തെങ്കിലും സംഭവിക്കുക, നമ്മുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എമർജൻസി നമ്പർ നമ്മുടെ പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ആരുടെയും നമ്പർ കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ക്യാപ്ച കോഡ് നേരത്തെ പോലെ തന്നെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്പർ വരെ അത് മാറ്റാം നമുക്ക്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും നമുക്ക് പ്രോസസ്സ് ബാക്കിയുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് വലതുവശത്ത് ആപ്ലിക്കേഷൻ ഫോം പ്രീ ഫിൽഡ്, പ്രിൻറ്റ് ഫോം 1. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു കേസിൽ നമുക്ക് ഇതൊന്നും പ്രിൻറ്റ് ചെയ്ത് എടുത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലൈസൻസ് റിന്യൂവലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് എടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ 2-3 തവണ നമുക്ക് വീണ്ടും അതിൻ്റെ ക്യാപ്ച കോഡും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് വരിക. ഇവിടെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ പെൻഡിങ് വർക്കാണ് കാണിക്കുന്നത്. നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാണ്ട്, നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് കൂടെ ചെയ്യാണ്ട്, ഇങ്ങനെ 3 ഓപ്ഷനും കൂടി നമ്മൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന ബട്ടണാണ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് പ്രൊസീഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ അപ്ലോഡഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് ആണ് കേട്ടോ അതിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത്. ഇവിടെ താഴെ നമ്മുടെ 500 KB താഴെ ഫയൽ സൈസുള്ള ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അതാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ 2 പേജായിരിക്കും, നമുക്ക് ബാക്കും ഫ്രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഈ ഐ ലവ് PDF എന്നുള്ള ഇത് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ 2 JPGനെ നമുക്ക് ഒറ്റ PDF ഫയലാക്കാൻ സാധിക്കും. അതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഇത് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഐ ലവ് PDF എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ സൈസ് കൊടുത്ത് കംപ്രസ് PDF എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് PDFൻ്റെ സൈസ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 520 KB ഉള്ള ഫയൽ നമുക്ക് 197 KB ആയി. കണ്ടില്ലേ? അപ്പോൾ ഒന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എത്ര സൈസായി എന്നുള്ളത്. കണ്ടോ, 196 KB സൈസായി. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് PDFനെ JPG ആക്കാനും JPGനെ PDF ആക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ 500 KB താഴെയുള്ള സൈസ് ആയതിനു ശേഷം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻ്റ് നമ്പറും ഇഷ്യൂഡ് ബൈയും അതൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമ്മളൊന്ന് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ക്യാപ്ചയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് ഉള്ളിലേക്ക് വരാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ സിഗ്നേച്ചറിൻ്റെ സൈസും ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എത്രയാണ് സൈസ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തതോ അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ സ്കാൻ ചെയ്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 1.4 ഇഞ്ച് വിഡ്ത്തും 1.75 ഇഞ്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം, ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ആക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 10 KBയും 20 KBയുടെ ഉള്ളിലായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് റീസൈസർ എന്നുള്ള ഉണ്ട്, ഇമേജ് റീസൈസർ ഓൺലൈൻ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെ എടുക്കാം.
ഇമേജ് റീസൈസ് കൊടുക്കും. ഇവിടെ നമ്മുടെ ഇമേജ് സെലക്ട് ഇമേജ് പറഞ്ഞ് നമ്മുടെ ഫോട്ടോ കൊടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇമേജ് കൊടുത്ത് നമ്മുടെ ഫോട്ടോ കൊടുക്കാം. ഫോട്ടോ കൊടുത്തതിന് ശേഷം ഒന്ന് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ഫോട്ടോ വന്നു. ഇവിടെ നമ്മുടെ വിഡ്ത്തും ഹൈറ്റും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തും ഹൈറ്റും ആക്കി മാറ്റണം നമ്മളിതിനെ. അപ്പോൾ ഇവിടെ എത്ര പറയുന്നത്? 1.4 ഇഞ്ച് വിഡ്ത്തും പറയുന്നുണ്ട്, അതേപോലെ തന്നെ 1.7 ഇഞ്ചസ് ഹൈറ്റും പറയുന്നുണ്ട്. MM-ലും അല്ലെങ്കിൽ ഇഞ്ചസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ ഈ PX എന്നുള്ള പിക്സലാണ് കിടക്കുന്നത്, അത് നമ്മൾ ഇഞ്ചാക്കുക. അതേപോലെ ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ടിക്ക് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒരേപോലെയാണ് മാറുക. അപ്പോൾ അങ്ങനെ മാറ്റുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈസിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് 10 to 20 KB ആയതുകൊണ്ട് ഞാനൊരു 17 KB എന്നുള്ള സൈസാണ് കൊടുക്കുന്നത്. അത്ര കൊടുത്തതിന് ശേഷം നമുക്ക് റീസൈസ് ഇമേജ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യും. നമ്മുടെ ഫോട്ടോ കിട്ടാനായി ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ ഇത് ഡൗൺലോഡ് ആവും. ഇതേപോലെ നമ്മുടെ സിഗ്നേച്ചറും ഇതേപോലെ നമ്മുടെ സൈസ് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് അതേപോലെ 1.44 ആണ് അതിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം രണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗസ് ചെയ്ത് രണ്ട് അപ്ലോഡ് ആൻഡ് വ്യൂ കൊടുക്കുക. ഉണ്ടോ, ഫോട്ടോയും സിഗ്നേച്ചറും നമുക്ക് വന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോയും ഇതൊക്കെ നല്ല ക്ലിയർ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഓക്കെ ആണെങ്കിൽ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് കൊടുക്കാം. ഓക്കെ മെസ്സേജ് വന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡായി. നമ്മുടെ ആ ഒരു പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് വരാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്തിട്ട് ഉള്ളിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ഫീ പേയ്മെൻ്റ് ആണ്. നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ 200 രൂപയാണ്. അതേപോലെ നമ്മുടെ പോസ്റ്റൽ ചാർജ് 45 രൂപ. അങ്ങനെ 245 രൂപയാണ് നമുക്കിതിന് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക്, ഗേറ്റ് വേ, ട്രഷറി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ന്യൂ ഈ ട്രഷറി എന്ന് കിട്ടും. ഇനി ഈ ഒരു ക്യാപ്ച കോഡ് അത് നമുക്ക് വലതുഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പേ നൗ എന്ന് താഴെ കാണുന്ന ബട്ടൺ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പേ നൗ കൊടുക്കാം. നമുക്ക് പേ നൗ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് എമൗണ്ട് കാര്യങ്ങൾ. ഇവിടെ ഐ അഗ്രി എന്നുള്ള ഇത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഗേറ്റ് വേ, പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് നമ്മുടെ ഇത് സ്വിച്ച് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ SBI കാര്യങ്ങളോ സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സക്സസ്ഫുള്ളായി എന്ന് കാണിക്കും. ഇനി വീണ്ടും നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട് ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസ്സിംഗ് അറ്റ് RTO ലെവൽ എന്ന് കാണിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.